മനുഷ്യ അവളോട് രാവിലെ പൊക്കോളം പറഞ്ഞേക്ക്. എനിക്ക് പറ്റുമൊന്നുമില്ല വെച്ചുണ്ടാക്കി കൊടുക്കാനൊന്നും. ഇത് നിന്റെ വർത്താനം കേട്ടാൽ ഞാൻ അവളെ ക്ഷണിച്ചു വരുത്തിയ പോലെയാണല്ലോ. ഞാൻ പറഞ്ഞിട്ടാണോ ഉള്ളത്? ചേട്ടനും നാട്ടിലുണ്ട്. എനിക്കറിയാം ചേട്ടൻ പറഞ്ഞിട്ടുള്ള അവള് വന്നു. ഈ എപ്പോഴും വരവേ അത് ശരിയല്ല. അത് ചേട്ടൻ തന്നെ പറഞ്ഞേക്ക്. മമ്മി ഓർക്കുന്ന അധികാരം സ്ഥാപിക്കലാണ്. ഫ്രിഡ്ജ് ഓർക്കല്, അത് നോക്കല്, ഇത് നോക്കല്. എനിക്ക് അങ്ങനെ പിടിക്കണമെന്നില്ലട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് ഞാനതിനാണ് ആലോചിച്ചുള്ളത്. അവള് ഈ ഇടക്കിടക്കുള്ള വരൽ അത് നിർത്തിക്കുന്നത്. അച്ഛനമ്മുള്ള സമയത്ത് വരാൻ പിന്നെ രസമുണ്ട്. അപ്പൊ അവരൊക്കെ കാണാൻ കഴിഞ്ഞില്ലേ? പിന്നെ ആരെ കാണാൻ വേണ്ടി തന്നെയാണ് അവള്. അവളൊക്കെ കെട്ടിച്ചു വിട്ടായില്ലേ? അവിടെ നിന്നാ പോലെ തിരിക്കൊണ്ട് ഞാപ്പിട്ട് ഓടി വരും മനുഷ്യരുടെ ബുദ്ധിമുട്ടായിട്ട്. ഇവർക്ക് നാണാവൂലേ വലിഞ്ഞു കയറി വരാനായിട്ട്? ശല്യം. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ? അത് വേണ്ടേട്ടാ, ചേട്ടനൊന്നും പറയണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് ഞാൻ കേട്ട് ഒരുപാട് സന്തോഷമായി അത് കേട്ടപ്പ. ഞാൻ ഓരോ അവധി കിട്ടുമ്പോഴും ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ജനിച്ചു വളർന്ന നാടും സ്വന്തം വീടൊക്കെ കാണാനുള്ള കൊതി കൊണ്ടാണ്. അല്ലാതെ എന്റെ ഭർത്താവിന്റെ വീട്ടില് ഭക്ഷണത്തിന്റെ കുറവുണ്ടായിട്ടാ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല ഞാനോട് ഓടി വന്നത്. അവിടെ എല്ലാ സുഖ സൗകര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിലേക്ക് വരുമ്പോഴുള്ള സന്തോഷമില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. എനിക്കെന്നല്ല, എല്ലാ പെൺമക്കൾക്കും അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അവരുടെ വീട്ടിലെ അവർക്ക് സ്വർഗമാണ്. ചേട്ടനത് മനസ്സിലാവൂല. പക്ഷെ നാത്തൂന് അറിയാൻ പറ്റുമല്ല. നാത്തൂന് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോ തന്നെ അതൊരു സന്തോഷമല്ലേ. ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി ചേട്ടാ. ഞാൻ വിചാരിച്ചേ ഞാനിവിടെ വരുമ്പോ എനിക്കുണ്ടാവുന്ന പോലെ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എനിക്ക് തെറ്റിപ്പോയി. എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമായല്ലേ ഞാനിവിടെ വരുമ്പോ. എല്ലാരും പറയണത് ശരിയാണ്. സ്വന്തം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം വരെയുള്ളൂ പെൺമക്കൾക്ക് സ്വന്തം വീട്ടിലൊരു വില. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ആ വീട്ടിലൊരു അധികപ്പെട്ടാണ്. പിന്നെ ഞാൻ ഈ വീട്ടിൽ അധികാരം കാണിച്ചത് അതെന്റെ സ്വന്തം വീടായതുകൊണ്ടാണ്. പക്ഷെ അത് നാത്തൂന് ഇഷ്ടപ്പെട്ടില്ലല്ല. നാത്തൂന് എന്നോട് ക്ഷമിക്കും ചേട്ടാ. നാത്തൂന് എന്നോട് ദേഷ്യം തോന്നിയതിൽ എനിക്ക് ഒരു പരാതിയില്ല. പക്ഷെ ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച ചേട്ടൻ ഞാൻ എങ്ങനെയാ ശത്രുവായി മാറിയത്? ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല. ഞാൻ പോവുകയാണ്. ഇന്ന് എനിക്കുണ്ടായ ഈ ഒരു അവസ്ഥ ഇനി ഒരിക്കലും ഒരു പെണ്ണിനും ഉണ്ടാവരുത്. ഞാൻ ജനിച്ചു വളർന്ന എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ ഇന്ന് ഒരു അന്യായി മാറി. എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ ഒരിക്കലും വരില്ലായിരുന്നു. ഒരു കാര്യം സത്യമാണ്, നമ്മുടെ എല്ലാം അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലം വരെ പെൺമക്കൾക്ക് അവരുടെ സ്വന്തം വീട്ടിൽ സ്ഥാനമുള്ളൂ. അവരുടെ കാലശേഷം അവൾ അവളുടെ വീട്ടിൽ വെറും കറിവേപ്പില മാത്രം.